2024 പ്രിലിംസ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. അതിൽ 5ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളത്. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ വെൽ നോൺ ആസ് ടു ലാർജസ്റ്റ് കൊക്കോ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. അൾജീരിയ ആൻഡ് മൊറോക്കോ, ബോട്സ്വാന, നമീബിയ, കോട്ട് ഡി ഐവറി, ഘാന, മഡഗാസ്കർ, മൊസാംബിക് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ചോദ്യം UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും 99.9% ആൾക്കാർക്കും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്കിതിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോജിക്കോ അല്ലെങ്കിൽ കോമൺ സെൻസോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. കാരണം കൊക്കോ പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാംഗോ പ്രൊഡ്യൂസ് ചെയ്യുന്ന, കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇനി ഇതിലും അത്ര റിലവൻ്റ് അല്ലാത്ത ചെറി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ചെറി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഒരു നോളജ് ബേസിൽ ഈ ഒരു ഉത്തരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം ചോദ്യങ്ങളെയാണ് ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു നോളജ് ഉണ്ടോ എന്ന് നോക്കുക. നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും തരത്തിലുള്ള ലോജിക്ക് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഓക്കെ, കൊക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയാണ്, അപ്പോൾ കൊക്കോ നോർമലി എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഏത് ടൈപ്പാണ്, അതിൽ ഏതിൽപ്പെട്ട രാജ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും നോക്കുക. ഈ ഒരു കൊക്കോ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ടീ, കോഫി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോർമലി പറയുന്നതാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ റൈസ്, വീറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷുഗർ കെയിൻ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഈ കൊക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക്കലി അങ്ങനെ പഠിക്കാറില്ല. സോ അത്തരത്തിൽ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാനോ അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാനോ ഉള്ള സാധ്യതയിൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഒരു ചോദ്യത്തെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, ഏതൊക്കെ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാതിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്തരത്തിലുള്ള ഫാക്ച്വൽ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നും, ഇതിൻ്റെ ഉത്തരം ബോട്സ്വാന, നമീബിയ ആയിരിക്കുമോ, അല്ലെങ്കിൽ അൾജീരിയ, മൊറോക്കോ ആയിരിക്കും, അല്ലെങ്കിൽ മഡഗാസ്കർ ആയിരിക്കുമോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ കറുപ്പിക്കും. കാരണം കിട്ടിയ 2 മാർക്ക് പോയാൽ 0.66 അല്ലേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വരും. ഇത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി നിങ്ങളെ നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ച്വൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിൽ നോളജ് ഇല്ല, എനിക്ക് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. കാരണം UPSCയുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 25-30 ചോദ്യങ്ങൾ ഈ ഒരു ടൈപ്പിൽ പ്യുവർലി ഫാക്ച്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ലോജിക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ നോളജ് ബേസിനുള്ള പുറത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത്തരം ചോദ്യങ്ങളെ നമ്മൾ ലീവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട സാധ്യത വരും. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യം, എവിടെ നിന്നാണ് UPSC ഈ ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ കൊക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് UPSC എന്തുകൊണ്ടാണ് ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു ചോദ്യമാണ്. ദ പ്രൈസ് ഓഫ് കൊക്കോ ബീൻ ഷൂട്ട് അപ്പ് ടു ഓൾ ടൈം ഹൈ ഡ്യൂ ടു ഷോർട്ട് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഈ കൊക്കോ എന്ന് പറയുന്ന ചെടി എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ വയനാട്, ഇടുക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് പണ്ട് മലയാളത്തിൽ ഗുരു എന്ന് പറയുന്ന സിനിമയിൽ ഒരു പഴത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പഴത്തിനെ പോലെ കാണുന്ന ഒരു പഴമാണ് കൊക്കോ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്തെ കുരു, ഇതുപോലുള്ള കുരുക്കളാണ് ഈ ഒരു ചോക്ലേറ്റ് പോലെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കൊക്കോ ബീൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ ഈ വാർത്തയുടെ ഹെഡിങ്ങിൽ തന്നെ, ഇത് ഫെബ്രുവരി 21, 2024 വന്നിട്ടുള്ള ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത് ഹെഡിങ്ങിൽ തന്നെ കാണാം, 2 മേജർ കൊക്കോ പ്രൊഡ്യൂസ് ഐവറി കോസ്റ്റ് ആൻഡ് ഘാന എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം, യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് കോട്ട് ഡി ഐവറി ആൻഡ് ഘാന എന്നുള്ളതാണ്. സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് എവിടെ നിന്ന് വന്നു? കറണ്ട് അഫയേഴ്സ് എന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ UPSCക്ക് കറണ്ട് അഫയേഴ്സ് എത്രമാത്രം റിലവൻ്റ് ആണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം 30 അധികം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഡയറക്റ്റ് തന്നെ UPSC ചോദിക്കാറുണ്ട് കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് വേണ്ടിയിട്ടും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലേണേഴ്സിൻ്റെ ഭാഗത്തും കറണ്ട് അഫയേഴ്സിൻ്റെ അനാലിസിസുകൾ ഡെയിലി വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് നിങ്ങൾക്ക് ലഭിക്കും. യൂട്യൂബിലെ മെമ്പേഴ്സ്
കമ്മ്യൂണിറ്റിക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. യൂട്യൂബിലെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു മാസം 159 രൂപയാണ് ഇതിന്റെ ഫീസായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ലേണേഴ്സിന്റെ ആപ്പിലും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ലേണേഴ്സിന്റെ ആപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡെയിലി ടെസ്റ്റുകളും ഇതിന്റെ PDF നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ് ക്ലാസ്സിന്റെ കൂടെ തന്നെ. അല്ലെങ്കിൽ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ ഈ ഒരു യൂട്യൂബിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്നതാണ്. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ജോയിൻ ബട്ടൺ ഉണ്ടാവും, അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടിരിക്കണം. കാരണം കറണ്ട് അഫയേഴ്സ് UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ റിലവൻ്റ് ആയിട്ട് വരികയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ലേണേഴ്സിന്റെ ആപ്പ് അതുപോലെ തന്നെ ലേണേഴ്സിലെ മറ്റ് കോഴ്സുകളെ കുറിച്ച് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേണേഴ്സിനെ മറ്റ് കോഴ്സുകളെ സംബന്ധിച്ചും മറ്റ് കോഴ്സുകളിൽ എൻറോൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ക്വസ്റ്റ്യനുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.